ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ലെസണാണ്. ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലീഗൽ ഡ്രഗ് ട്രാഫിക്കിംഗ്, അതിനെതിരെ പറയുന്ന അല്ലെങ്കിൽ അതിനെതിരെ എന്തൊക്കെയാണ് ഗ്ലോബൽ എഫേർട്ടായിട്ട് എടുത്തിട്ടുള്ളത്, ആ ഒരു എഫേർട്ടിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ബിഗിൻ ചെയ്യാം. ഇറ്റ് ബിഗിൻസ് വിത്ത് എ മെസ്സേജ് ഫ്രം UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറലിൻ്റെ ഒരു മെസ്സേജിൽ നിന്നാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തി ചോയ്സസ് ആൻഡ് അപ്ലോഡിംഗ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ചൂസൺ ടു ലിവ് ഡ്രഗ് ഫ്രീ ലൈഫ്. ഇതിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അതായത് UN ജനറൽ സെക്രട്ടറി ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആ മെസ്സേജ് എന്നാണ്. കൂടുതലും ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എന്നാൽ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് ചൂസ് ചെയ്യുന്ന ആളുകളെ അപ്ലോഡ് ചെയ്ത്, അതായത് അവർക്കെതിരെ കൈയടിച്ചുകൊണ്ടും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡ്രഗ് ഫ്രീ ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ് ഫ്രീ ലൈഫ് ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഹെൽത്തി ചോയ്സിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത ആളുകളെ ഊന്നി പറഞ്ഞുകൊണ്ടുമാണ് ആ ഒരു UN സെക്രട്ടറി ജനറൽ ഈ ഒരു മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. The message highlights the danger of drug addiction and encourage people to avoid drug use and engage in positive activities like sports which promote physical and mental well-being. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള അടുത്ത കാര്യമാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഡ്രഗ് അഡിക്ഷൻ മൂലം ഉണ്ടാവുന്ന ഡേഞ്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആളുകളെ എൻകറേജ് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ടു അവോയ്ഡ് ഡ്രഗ് യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും എൻഗേജ് ഇൻ പോസിറ്റീവ് ആക്ടിവിറ്റീസ്, ആളുകളെ കുറച്ചും കൂടിയും പോസിറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ, ഉൾപ്പെടുത്തി അതിലവരെ എൻഗേജ് ആക്കിയിട്ട് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇയാൾ ഇതിൽ പറയുന്നുണ്ട്. സ്പോർട്സ് ആവട്ടെ, അങ്ങനെ ഫിസിക്കലും മെൻ്റലി ആളുകൾക്ക് കുറച്ചും കൂടി നന്നാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എൻഗേജിങ് ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവരിക എന്നൊക്കെ ഇയാൾ പറയുന്ന ഈ UN ജനറൽ സെക്രട്ടറി പറയുന്ന ഈ ഒരു മെസ്സേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദെൻ ദ സെക്കൻഡ് സെഷൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഡ്രഗ് അഡിക്ഷൻ ഈസ് ട്രീറ്റബിൾ ഡിസോർഡർ. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ട്രീറ്റ് ചെയ്താൽ മാറാവുന്ന തരം ഒരു ഡിസോർഡർ മാത്രമാണ്. വിത്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ടൈലേർഡ് ടു ഇൻഡിവിജ്വൽ നീഡ്സ്. ഓരോ വ്യക്തിക്കും പല രീതിയിലായിരിക്കും അഡിക്ഷൻ അവരുടെ ഉള്ളിലുണ്ടാവുക. ചിലർക്ക് കുറച്ച് ദിവസം കൊണ്ട് മാറാവുന്ന അഡിക്ഷനെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, ചിലർക്ക് ഒരുപാട് ടൈം എടുത്ത് മാറേണ്ട അഡിക്ഷൻ ഉണ്ടാവും. അങ്ങനെ പല കാറ്റഗറി ആയിരിക്കും മനുഷ്യന്മാരുണ്ടാവുക. അപ്പോൾ ഓരോ മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ഓരോരുത്തർക്കും ടൈലർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് സെഷനിൽ ഈ ഒരു മെസ്സേജിൽ പറയുന്നത്. അതുപോലെ തന്നെ അഡിക്ട്സ് ക്യാൻ ലീഡ് പ്രൊഡക്റ്റീവ് ഹെൽത്തി ലൈഫ്. ഈ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഭയങ്കര ഒരു അവരെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല, അവർ സൊസൈറ്റിയിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളായി എന്നുള്ളൊക്കെ ഒരു ഡീമോട്ടിവേറ്റ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് അവർ അഡിക്ഷനിൽ നിന്നൊക്കെ മാറി നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്കും പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാം, അവർക്കും ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഈ ഒരു സെക്കൻഡ് സെഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തെറപ്പി, അതായത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഫാമിലി സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഈ അതായത് ഡ്രഗ് അഡിക്ട്സിന് കൊടുക്കേണ്ടതായിട്ടുള്ളത്. മെഡിറ്റേഷൻസും മറ്റ് തെറാപ്പിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഇവരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു അഡിക്ഷനിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. റെഡ്യൂസിങ് ഡെത്ത് റേറ്റ്സ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ ആളുകൾ മരിക്കുന്നത് കൂടുതലും ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഡെത്ത് റേറ്റ് കുറക്കാനായിട്ട് ഈ ഡ്രഗ് അഡിക്ട്സിനെ റിഹാബ് ചെയ്തിട്ട് അവരെ മാറ്റി കൊണ്ടുവരാണെങ്കിൽ ഡെത്ത് റേറ്റ് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ റേറ്റും നമുക്ക് കുറക്കാനായിട്ട് പറ്റും. ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ജനറലി ഗീവ്സ് ബെറ്റർ റിസൾട്ട് ദാൻ ഷോർട്ട് ടേം ഇൻ്റർവെൻഷൻസ്. ഒരു ഡ്രഗ് അഡിക്റ്റിന് എപ്പോഴും ആവശ്യം ഒരു ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഒരു മാസം ചിലപ്പോൾ ഒരാൾക്കൊരു റീഹാബിലിറ്റേഷൻ ക്യാമ്പ് മതിയായിരിക്കും അയാൾക്ക് ആ ഒരു ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് മാറിപ്പോരാൻ.
പക്ഷെ പിന്നീടും അയാൾക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി അയാളുടെ ബ്ലഡിൽ ഉണ്ടാവാം. അപ്പോൾ എപ്പോഴും ഷോർട്ട് ടേം ആയിരിക്കരുത് നമ്മുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ്. ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ മാത്രം ചുരുങ്ങരുത്. ആൾ ആ ഒരു ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് പിൻവാങ്ങിപ്പോന്നാലും കണ്ടിന്യൂസ് കുറച്ച് നാളും കൂടിയും അയാളൊരു ഷാഡോ പോലെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് ഇസ് കംപ്ലീറ്റ് അബ്സിസ്റ്റൻസ് വിച്ച് ഇമ്മീഡിയറ്റ് ഗോൾ ഇൻക്ലൂഡിംഗ് റെഡ്യൂസിങ് ഡ്രഗ്സ് യൂസ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യൻസ് എബിലിറ്റി ടു ഫങ്ഷൻ ഇൻ ദ സൊസൈറ്റി. ആളുകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡ്രഗ് അഡിക്ട്സ് ഫങ്ഷൻ തെറ്റിക്കെടുക്കുകയായിരിക്കും. ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, ഓവർ യൂസേജ് ആയിരിക്കും ഇവർക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രഗ് അഡിക്ഷൻ കുറക്കുന്ന സമയത്ത് നമ്മൾ ഡ്രഗ്സിൻ്റെ ആ ഒരു അളവാണ് കുറക്കുക. റെഡ്യൂസിങ് ഡ്രഗ് യൂസേജ്, അവരുടെ ആ ഒരു യൂസേജിൻ്റെ ആ ഒരു തോത് കുറച്ച് കൊണ്ടുവന്ന് പിന്നീട് പതുക്കെ ആയിരിക്കും ഇവരുടെ ആ ഒരു ഡ്രഗ് അഡിക്ഷനിൽ നിന്ന് ഇവരെ വിട്ട് കൊണ്ടുവരാനുള്ള അവർക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അവർക്ക് ആ ഒരു ഡ്രഗ് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ഒരു റീഹാബിലിറ്റേഷൻ ക്യാമ്പ് വഴി നടക്കുന്നത്. അതുപോലെ വാരിയസ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ആർ അവൈലബിൾ. ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ലെസൺ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. എത്രത്തോളം പബ്ലിക് അവെയർനെസ് ഈ ഒരു ഫീൽഡിൽ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എത്രത്തോളം ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഈ ഒരു ഡ്രഗ് അഡിക്ട്സിന് ആവശ്യമാണ്. അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരു കളക്റ്റീവ് കമ്മിറ്റ്മെൻ്റ് ആണ് ശരിക്കും ഒരു ഡ്രഗ് ഫ്രീ ലൈഫിലോട്ട് നമുക്ക് വേണ്ടത്. ഒരാൾ വിചാരിച്ചാൽ സൊസൈറ്റിയിൽ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവില്ല. ഒരു കളക്റ്റീവ് കമ്മിറ്റ്മെൻറ്റ്, എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഒരു സൊസൈറ്റി കംപ്ലീറ്റ് ഡ്രഗ് ഫ്രീ ആവുള്ളൂ. ഒരാൾ ഡ്രഗ് ഫ്രീ ആയി എന്ന് വെച്ചിട്ട് ഒരു സൊസൈറ്റി കംപ്ലീറ്റ് ഡ്രഗ് ഫ്രീ ആയി എന്ന് പറയാൻ പറ്റില്ല. ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ നിന്നല്ല, ഒരുപാട് ആളുകൾ കളക്റ്റീവായി നിന്ന് ചിന്തിച്ചാൽ മാത്രമേ അതൊരു സൊസൈറ്റിക്കും പിന്നെ ഗ്ലോബലിയും ഒക്കെ മാറ്റാനൊക്കെ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പറയുകയാണ് ഈ ഒരു ലെസണിൽ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഷോർട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരുപാട് ഇങ്ങനെ കഥ പോലെ പറയാനോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ ഉണ്ടാവും. ആ പാരഗ്രാഫ് വായിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഈ ഒരു പോർഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. സോ താങ്ക് യു.